നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രെയിനറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂ മാർക്കറ്റ് പ്രഡിക്ഷൻ എൻ്റെ അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ് ഒരു കറണ്ട് ട്രെൻഡ്, കറണ്ട് ഒരു സെന്റിമെന്റ് എന്താണ്, ഈ ഒരു സെന്റിമെന്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ കറണ്ട് ട്രെൻഡ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. കറണ്ട് ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവിലാണ്. ഇപ്പോൾ നിഫ്റ്റി സ്റ്റിൽ ട്രെൻഡ് നെഗറ്റീവ്, അതായത് നമ്മുടെ മേജർ സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് നമ്മൾ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് നിഫ്റ്റി 21,830 മുകളിലേക്കെങ്കിലും നിഫ്റ്റിക്ക് ഇനി സസ്റ്റെയിൻ ചെയ്യണം ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ കിട്ടാനായിട്ട്. പക്ഷേ നിഫ്റ്റിയിലായാലും ബൗൺസ് നിഫ്റ്റിയിലായാലും സംഭവിക്കും. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരുന്നത്, വീഡിയോ നൽകിയിരുന്നത്. അതായത് പീരെ സൈഡിലൊക്കെ ഹൈലി ഒരു പ്രീമിയം ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ സപ്പോർട്ടിൽ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ ഒരു ബൗൺസ് ഉണ്ടാക്കും. നിഫ്റ്റി ഒരു സ്റ്റിൽ നെഗറ്റീവിലായിരുന്നാലും നിഫ്റ്റിയിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസിന്റെ മുകളിലേക്കോ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് കൃത്യമായിട്ട് നമ്മുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിഫ്റ്റിയിലായാലും ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ നിഫ്റ്റിനായാലും ശ്രദ്ധിക്കണം. വരും ദിവസങ്ങളിലായാലും 21,800 ആ റേഞ്ചിലൊക്കെ അടുത്തെത്തുമ്പോൾ നിഫ്റ്റിനായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. കാരണം നിഫ്റ്റി സ്റ്റിൽ സെൽ ട്രെൻഡിലാണ്, വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. ലോവർ ലെവലിൽ നിന്നുള്ള ഒരു ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിയെക്കാട്ടിയും ഏറ്റവും ബെറ്റർ ഹയർ ലെവലിൽ നിന്നുള്ള ഒരു ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പൊ നിഫ്റ്റി ആയാലും ഇന്ന് വർക്ക് ചെയ്ത് നോക്കുക. നിഫ്റ്റിയിലെ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിരുന്നത് 21,690 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അപ്പൊ ഈ റെസിസ്റ്റൻസിന് താഴെയായിരുന്നു നിഫ്റ്റിയിലായാലും ഒരു ഓപ്പണിംഗ് വന്നിരുന്നത്. അപ്പൊ നമ്മളത് സൂചിപ്പിക്കാറുള്ളതാണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെ ഒരു ഓപ്പണിംഗ് വരുന്നത് ചെറിയൊരു ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിലായാലും കിട്ടും. അതിനുശേഷം അതിൽ തുടക്കത്തിൽ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നെങ്കിലും നിഫ്റ്റി 21,614. അപ്പോൾ നിഫ്റ്റിയിൽ 21,614 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇത് നമ്മളൊരു എക്സാക്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചുള്ള നല്ലൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഈ ഒരു ലെവലിൽ നിന്നായാലും നല്ലൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ വന്നിരുന്നു. അതിനുശേഷം ആയാലും ശ്രദ്ധിക്കുക 21,690. ജസ്റ്റ് ഒന്ന് 21,690 ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. 690 മുകളിലേക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത ക്യാൻഡിൽ ശ്രദ്ധിക്കുക, ഈ ഒരു ക്യാൻഡിലാണ് 21,690, അതായത് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനുശേഷമായാലും 21,690 സപ്പോർട്ടായിട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അതിനുശേഷം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നിഫ്റ്റിയിലായാലും വീണ്ടും ഒരു സെൽ ആക്റ്റീവ് ആയിരുന്നെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഫാള് വന്നിരുന്നില്ല. കാരണം ഇവിടെ സപ്പോർട്ടിൽ നിന്ന് ആ ഒരു ബൗൺസ് ചെയ്തതിന്റെ ആ ഒരു പവർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റി ആയാലും വീണ്ടും ബൗൺസ് ചെയ്തിട്ടൊരു പോസിറ്റീവ് സെന്റിമെന്റിലാണ് നിഫ്റ്റി ഇന്നത്തെ ഒരു ട്രെൻഡ്, ഇൻട്രാഡേ ട്രെൻഡില് പോസിറ്റീവ് സെന്റിമെന്റിലാണ് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അപ്പൊ വരും ദിവസങ്ങളായാലും ഈ ഒരു ട്രെൻഡ് ശ്രദ്ധിക്കണം. നിഫ്റ്റി ആയാലും ഒരു ഹയർ ലെവലിലേക്ക് ഒരു ബൗൺസ് ചെയ്താലും ആ ഒരു ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യണം. കാരണം ഫാൾ എന്ന് പറഞ്ഞാലും നമ്മൾ കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യുക. അതായത് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുക, റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. അപ്പൊ എപ്പോഴും റെസിസ്റ്റൻസിന്റെ മുകളിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. നിഫ്റ്റിയിലായാലും ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. നിഫ്റ്റി സെൽട്രലിലായിരുന്നാലും റെസിസ്റ്റൻസിന്റെ ഒരു താഴേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ സപ്പോർട്ട് ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പൊ നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിനെ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഹയർ ലെവൽ റെസിസ്റ്റൻസ് 21,830 അടുത്ത് എത്തും തോറും നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. പക്ഷേ 830 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ഹയർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ 21,852 830 മുകളിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി. 882 ആ ഒരു റേഞ്ചിൽ നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. 830 ബ്രേക്ക് ചെയ്താൽ ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും. ലോവർ ലെവല് നിഫ്റ്റിയിൽ അടുത്തൊരു സപ്പോർട്ട് 21,785 നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത്. ഈ ഒരു ലെവലിലാണ് നിഫ്റ്റിയുടെ ഈ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഈ കൺസോളിഡേഷൻ ഏരിയയിലാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാൽ ഈ ഒരു റേഞ്ചിലാണെങ്കിൽ 785 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഹയർ ലെവൽ റെസിസ്റ്റൻസ് 730 785 താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 785 താഴെ ഒരു ഓപ്പണിംഗ് ചെറിയ ടൈപ്പിലെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്കായിട്ട് ഒരു ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 21,622 ഈ ഒരു ലെവലിലാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത്. ലോവർ സപ്പോർട്ട് ഈ ഒരു ലെവലാണ് നിഫ്റ്റിയുടെ സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുമ്പോൾ 21,622 മുകളിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഷോർട്ട്സിന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിഫ്റ്റിയിലും ഇതിൻ്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ ഒരു ക്യാനൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാനൽ ക്ലോസ് ചെയ്താൽ വീണ്ടും ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകും. 545 കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലുകൾ വർക്ക് ചെയ്യും. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന പ്ലാൻ ശ്രദ്ധിക്കാം. ലോവർ ലെവൽ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 21,455 സപ്പോർട്ടാണ്. 455 ഹോൾഡ് ചെയ്തുകൊണ്ട് 504 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ 545 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വോളറ്റാലിറ്റി ആണ് മാർക്കറ്റ് തിരിച്ച് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്ത് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലാണെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ ഒരു സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്തൊരു ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റികൾ എടുക്കേണ്ടത്. അപ്പൊ നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വരും ദിവസത്തെ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചും നമ്മൾ ഇന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ക്യാനില് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. ഇതൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ളൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ലിലേക്ക് അധികം കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകരുത്. നമുക്ക് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളായാലും എക്സ്പയറി ആണ്. എക്സ്പയറി അനുസരിച്ചുള്ള ലെവലുകളാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസമായാലും ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ലോവർ ലെവലെ ഈ ഒരു സപ്പോർട്ട് ഒന്ന് 44,510 മാർക്ക് ചെയ്തെടുക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ്. ഈ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 44,735 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണമെങ്കിൽ ഹയർ ലെവൽ റെസിസ്റ്റൻസ് 45,705. അപ്പോൾ 705 മുകളിലേക്ക് ഇന്നത്തെ ഹയർ അടുത്ത് തന്നെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ 705 മുകളിലേക്ക് കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ്. 705 തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാനിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. കാരണം 705 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 47,975 അടുത്തേക്കാണ് സാധ്യത കാണുന്നത്. 975 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഹയർ ലെവൽ റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലാണെങ്കിൽ ചെറിയ ടൈം ഫ്രീ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് നൽകുക. ബൈയുടെ ഓപ്പർച്യൂണിറ്റി 47,705 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം, അല്ലാതെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ലോവർ ലെവലായാലും 47,285 ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത്. ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ചെറിയ ടൈം ഫ്രീയിലോ വലിയ ടൈം ഫ്രീയിലോ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ 47,285 താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. 44,735 ലോവർ ലെവലെ സപ്പോർട്ട്. അതുപോലെ തന്നെ 44,510 ലോവർ ലെവൽ സപ്പോർട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്. കാരണം മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റി അനുസരിച്ചാണ് ഇത് ഈ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട്സിന്റെ പൊസിഷൻ യൂട്ടിലൈസ് ചെയ്യരുത്. മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റിക്ക് ഒരു സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ കേസിൽ അത് തന്നെയാണ്. ലോവർ ലെവലിലെ സപ്പോർട്ടുകൾ, ലോവർ ലെവലിലെ സപ്പോർട്ട് ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. ലോവർ ലെവൽ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ് ലോവർ ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിന്റെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറെ ഷെയറുകൾ കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.